ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശസ്കന്ധം തുടർന്നു വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു, മായ എന്നാൽ എന്ത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. അന്തരീക്ഷൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാകുന്ന ദിവ്യലീലയാണ് മായാസ്വരൂപമായി അന്തരീക്ഷയോഗി ഉപന്യസിക്കുന്നത്. ആകാശമെന്ന പോലെ കേവലം വസ്തുശൂന്യമായി സത്താമാത്ര സ്വരൂപനായ പരമപുരുഷങ്കിൽ നിന്ന് പ്രകൃതി, മഹത്തത്വം, അഹംതത്വം, ത്രിഗുണങ്ങൾ, അന്ധക്കരണം, ഇന്ദ്രിയങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ, പൃഥ്വ്യാദി ഭൂതങ്ങൾ, നാനാ തരത്തിലുള്ള ജീവയോനികൾ, വാസനകൾ, കർമ്മങ്ങൾ, ഫലാനുഭവങ്ങൾ, ഭൗതിക പദാർത്ഥങ്ങൾ എന്നിങ്ങനെ എത്രയോ കോടാനുകോടി പദാർത്ഥങ്ങൾ സ്ഥൂലങ്ങളായും സൂക്ഷ്മങ്ങളായും ഉണ്ടായി ചിദാകാശ സ്വരൂപിയായ ആ പരമേശ്വരങ്കൽ തന്നെ നിലനിന്നും വ്യാപരിച്ചും ആ ചിന്മേനിൽ തന്നെ ലയിച്ചും വീണ്ടും ഉണ്ടായും വീണ്ടും നശിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന അത്യത്ഭുത സ്വരൂപമായ ഈ വിചിത്ര വ്യാപാരവും ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലശക്തിയും ആദിത്യ ചന്ദ്രാദി ഗോളങ്ങളും എല്ലാം കൂടിച്ചേർന്ന അത്ഭുത സ്വരൂപം തന്നെ ഭഗവാന്റെ അനിർവചനീയമായ മായാശക്തി. ഒരാൾക്കും ഇതിനെ വേണ്ട പോലെ അറിയാനോ പറയാനോ സാധ്യമല്ല. അത്രമാത്രം വിചിത്രയും വിശാലയുമാണ്. ഉള്ളതാണെന്ന് വിചാരിക്കുമ്പോൾ ഉള്ളതായിത്തീരും, ഇല്ലാത്തതാണെന്ന് വിചാരിക്കുമ്പോൾ ഇല്ലാത്തതുമായി തീരും. ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ രണ്ടും പറയാൻ വയ്യ. ഇങ്ങനെയുള്ള അജയ്യമായ അവിടുത്തെ മായാവൈഭവത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞും ജനിച്ചും മരിച്ചും സുഖിച്ചും ദുഃഖിച്ചും വ്യാമോഹിച്ചുകൊണ്ട് തന്നെ അറിയേണ്ടതിനെ അറിയാൻ സാധിക്കാതെ ആയിരക്കണക്കിലുള്ള ജനന മരണങ്ങൾ അനുഭവിച്ച് തപിച്ച് തന്നെ കഴിയുന്നു ഓരോ ജീവനും. ഭഗവാന്റെ ഇപ്രകാരമുള്ള മായാവിലാസം തന്നെ സംസാരം. ഇങ്ങനെ അന്തരീക്ഷയോഗിയുടെ മായാവിലാസ വർണ്ണനം കേട്ട് സന്തപ്തനായ രാജാവ് ഉടനെ ഈ മായാബന്ധത്തിൽ നിന്ന് ഒരു ജീവന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നു കൂടി പറഞ്ഞു തരണേ എന്നപേക്ഷിച്ചു. പ്രബുദ്ധനെന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ആത്മസാക്ഷാത്കാരം കൊണ്ടേ ഒരു ജീവന് സംസാരത്തിൽ നിന്ന് നിവൃത്തി കിട്ടും. സംസാരത്തിൽ നിന്ന് വെറുപ്പ് വരാതെ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രയത്നവും ഉണ്ടാവാൻ പോകുന്നില്ല. സംസാരം ദുഃഖ സ്വരൂപമാണെന്ന് ബോധ്യം വരുമ്പോൾ അതിൽ വെറുപ്പ് വരും. തൻ്റെയും മറ്റുള്ളവരുടെയും അനുഭവങ്ങളെ നിരൂപിക്കുമ്പോൾ ഒരാളും ഈ സംസാരത്തിൽ എപ്പോഴും സുഖിക്കുന്നില്ലെന്നും സുഖിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമേ ഉള്ളുവെന്നും പരിശ്രമങ്ങളുടെ ഫലമായി എപ്പോഴും ദുഃഖം മാത്രമാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്നും ബോധ്യമാവും. എല്ലാവർക്കും എപ്പോഴും ദുഃഖം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സംസാരത്തിൽ സുഖത്തിനുള്ള പ്രയത്നം വെറും ഭ്രാന്തി മാത്രമാണെന്നും അതിനാൽ സംസാരത്തെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും പ്രകാരത്തിൽ സുഖത്തെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നുവെന്നും ബോധ്യം വരും. അപ്പോൾ ഗൃഹം വിട്ടിറങ്ങി മഹാത്മാവായ ആചാര്യനെ സമീപിക്കണം. ആചാര്യ ശുശ്രൂഷയോടും സൽക്കർമാചരണത്തോടും കൂടി കുറച്ചു കാലം കഴിയുമ്പോൾ സാധന ചതുഷ്ടയ സമ്പത്തിയും യമ നിയമങ്ങളുമൊക്കെ സ്വായത്തങ്ങളായി തീരും. ഭാഗവത ധർമ്മങ്ങളെ പഠിച്ചും ആചരിച്ചും വേണ്ടത്ര ശുദ്ധിയും ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളും വരുമ്പോൾ ആത്മതത്വത്തിൻ്റെ ശ്രവണ മനന നിധിധ്യാസങ്ങളിൽ കൂടെ ആത്മസാക്ഷാത്കാരവും ക്രമേണ കൈവല്യവും പ്രാപിക്കാം. അങ്ങനെ നരൻ നാരായണനായി മാറുമ്പോൾ മായയെ ജയിക്കാം. പ്രബുദ്ധയോഗികളുടെ ഇപ്രകാരത്തിലുള്ള പ്രവചനം അവസാനിച്ചപ്പോൾ രാജാവ് നാരായണ സ്വരൂപിയായ ശ്രീഹരിയുടെ സ്ഥിതിയെക്കുറിച്ച് ചോദിക്കുകയാണ്. ഈ ജഗത്തിലൊട്ടാകെ സാമാന്യമായും ഓരോ വസ്തുവിലും ജീവിയിലും പ്രത്യേകമായും ഈശ്വരൻ എങ്ങനെ സന്നിധാനം ചെയ്യുന്നു, അതിനെ എങ്ങനെ ഒരാൾക്ക് തിരിച്ചറിയാം എന്ന്. പിപ്പലായൻ എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറയുന്നത്. ആദിത്യ ചന്ദ്രാഗ്നികളുടെ പ്രകാശം കൊണ്ടാണ് ലോകത്തിൽ ഏതൊരു വസ്തുവും കാണപ്പെടുന്നത്. എന്നാൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആദിത്യ ചന്ദ്രാദികൾക്ക് പ്രകാശം
കിട്ടുന്നതേതിൽ നിന്നാണോ, ആദിത്യ ചന്ദ്രാഗ്നികളെയും കാണുന്നതേതൊരു പ്രകാശം കൊണ്ടാണോ, അത് ഈശ്വര ചൈതന്യമാണ്. അത് സർവത്ര വ്യാപ്തമായിട്ടില്ലായിരുന്നെങ്കിൽ ആദിത്യ ചന്ദ്രാഗ്നികൾക്ക് പ്രകാശമുണ്ടാവാനോ ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തു കാണപ്പെടുവാനോ പോകുന്നില്ല. അങ്ങനെ തന്നെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അത്യന്ത ജഡങ്ങളാണ്. അവയെ അറിയുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് അറിവ് കിട്ടുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിൽ അറിവുണ്ടായിത്തീരുന്നത് ബുദ്ധിയുടെ ചേർച്ച കൊണ്ടാണ്. ബുദ്ധിയും ജഡസ്വരൂപിണിയാണ്. ബുദ്ധിയിലുള്ള അറിവ് ബുദ്ധിയുടെ സ്വന്തമല്ല, മറ്റൊന്നിൽ നിന്ന് വരുന്നതാണ്. ബുദ്ധിയിലേക്ക് ജ്ഞാനം പ്രവഹിക്കുന്നത് ആത്മസ്വരൂപിയായ ഈശ്വരങ്കിൽ നിന്നാണ്. അതിനാൽ ലോകത്തിലുള്ള എല്ലാ അറിവുകളും ഈശ്വര സാന്നിധ്യം കൊണ്ടുണ്ടാവുന്നതാണ്. ഭഗവാന്റെ നിത്യസാന്നിധ്യം ജഗത്തിലില്ലായിരുന്നെങ്കിൽ ആർക്കും ഒന്നിനെയും അറിയാൻ കഴിയില്ലെന്ന് പറയണം. ഇതുപോലെ വസ്തുക്കൾക്കും ജീവികൾക്കും അവലംബവും ഈശ്വരൻ തന്നെ. എല്ലാ വസ്തുക്കളും ഭൂമിയെ ആശ്രയിച്ച് നിൽക്കുന്നു. ഭൂമി ജലത്തെയും, ജലം അഗ്നിയെയും, അഗ്നി വായുവിനെയും, വായു ആകാശത്തെയും, ആകാശം അഹം തത്വത്തെയും, അഹം തത്വം മഹത്തത്വത്തെയും, മഹത്തത്വം പ്രകൃതിയെയും, പ്രകൃതി ഈശ്വരനെയും ആശ്രയിച്ച് നിൽക്കുന്നു. ശ്രീ നാരായണനാകുന്ന പരമാശ്രയമില്ലെങ്കിൽ ഇവയ്ക്കൊന്നും യഥാസ്ഥാനം നിലനിൽക്കാനോ തങ്ങളുടെ വ്യാപാരങ്ങൾ ചെയ്യാനോ സാധ്യമല്ല. ഈ വസ്തുത തന്നെ വൃഷ്ടിസ്വരൂപത്തിൽ അറിയുമ്പോൾ ലോകത്തിലുള്ള ശബ്ദാദി വിഷയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളെയും, ഇന്ദ്രിയങ്ങൾ മനസ്സിനെയും, മനസ്സ് ബുദ്ധിയെയും, ബുദ്ധി ജീവനെയും, ജീവൻ പരമാവലംബമായ ഈശ്വരനെയും അവലംബിച്ച് നിൽക്കുന്നു. ഈശ്വരനാകുന്ന പരമാവലംബമില്ലെങ്കിൽ ഇവയ്ക്കൊന്നും നിൽക്കാനോ അവയുടെ വ്യാപാരങ്ങൾ ചെയ്യാനോ സാധ്യമല്ല. സുഷുപ്തി അവസ്ഥയിൽ ഇന്ദ്രിയാദി എല്ലാ കരണങ്ങളും പോയി ലയിക്കുന്നത് ആത്മസ്വരൂപിയായ ഈശ്വരങ്കലാണ്. ജാഗ്രത്തിൽ എല്ലാം ഉണർന്നു വരുന്നതും ആ ഈശ്വരങ്കൽ നിന്ന് തന്നെ. ഉദയാസ്തമനങ്ങളുള്ള എല്ലാ വസ്തുക്കളും ഈശ്വരങ്കൽ അസ്തമിച്ച് മറയുകയും ഈശ്വരങ്കൽ നിന്ന് ഉദിച്ച് പൊന്തുകയും ചെയ്യുന്നു. ഇങ്ങനെ അറിവ്, പ്രകാശം, അവലംബം എന്നീ 3 ധർമ്മങ്ങളെ കൊണ്ട് ഈശ്വരൻ എല്ലാ ജീവികൾക്കും വസ്തുക്കൾക്കും എപ്പോഴും എവിടെയും പരമാശ്രയമായിരിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ അറിയാവുന്നതാണ്. ഇത് തന്നെ നാരായണ സ്വരൂപിയായ ഈശ്വരൻ്റെ ലോകത്തിലെ സ്ഥിതി സ്വരൂപം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നിമി ചക്രവർത്തി വീണ്ടും ചോദിച്ചു. കർമ്മയോഗത്തെ ഉപദേശിച്ച് തന്നാൽ കൊള്ളാമെന്നാണ് രാജാവിൻ്റെ 6ാമത്തെ ചോദ്യം. മാത്രമല്ല അതിനൊരു ഉപചോദ്യവും ചോദിക്കുന്നുണ്ട്. പണ്ട് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദികൾ ഒരിക്കൽ അരമനയിൽ വന്നപ്പോൾ ഇതേ ചോദ്യത്തെ അവരോട് ചോദിച്ചതിന് യാതൊരു മറുപടിയും പറയാതെ അവർ പോയി. അങ്ങനെ മറുപടിയൊന്നും പറയാതെ അവർ പോവാൻ എന്താണ് കാരണം എന്നറിയണമെന്നും പറഞ്ഞാൽ കൊള്ളാമെന്നുമാണ് ഉപചോദ്യം. സർവജ്ഞന്മാരും ഈശ്വര സ്വരൂപികളും ബ്രഹ്മപുത്രന്മാരുമായ സനകാദികൾക്ക് അറിയാത്തതുകൊണ്ടാവാൻ വയ്യ. എന്നാൽ പിന്നെ എന്തുകൊണ്ടവർ പറഞ്ഞില്ല? അറിവുള്ളവർ പറഞ്ഞു കൊടുത്താലല്ലേ അറിവില്ലാത്തവർക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ എന്തോ തക്കതായ കാരണമുണ്ടായിരിക്കണം അവർ പറയാതിരിക്കാൻ. അതെന്താണ്? ഇതാണ് ഉപചോദ്യത്തിൻ്റെ പൂർണ്ണ രൂപം. ആവിർഹോത്രൻ എന്ന യോഗീശ്വരനാണ് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, വേദമാണ് കർമ്മയോഗത്തെ ആദ്യമായി വിധിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നത്. വേദങ്ങളാകട്ടെ ഈശ്വര രൂപങ്ങളുമാണ്. ഈശ്വരനെ അറിയാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് വേദങ്ങളുടെ ആശയത്തെ ഗ്രഹിക്കാനും. വേദങ്ങൾ പരോക്ഷവാദങ്ങളാണ്. അതിനാൽ ശബ്ദാർത്ഥത്തെയല്ല വേദങ്ങളിൽ നിന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നത്. വാച്യാർത്ഥങ്ങളെ തള്ളി ലക്ഷ്യാർത്ഥങ്ങളെ ഗ്രഹിക്കാറാവണമെങ്കിൽ അത്രത്തോളം വൈദിക സംസ്കാരം ഉണ്ടായിരിക്കണം. അതില്ലാത്തവർക്ക് മിക്കപ്പോഴും വൈദിക കർമ്മങ്ങൾ വേണ്ടത്ര ഫലപ്പെടില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ അനർത്ഥത്തിന് കാരണമായെന്നുകൂടി വന്നേക്കാം. അതിനാൽ അറിവുള്ള മഹാത്മാക്കൾ പ്രാകൃതന്മാർക്ക് വൈദിക കർമ്മങ്ങളെ ഉപദേശിക്കാറില്ല. വൈദിക സംസ്കാരമില്ലാത്തവർക്ക് വേദധർമ്മങ്ങളെ കേട്ടാൽ തന്നെ വേണ്ട പോലെ ധരിക്കാൻ സാധിക്കില്ല. യജ്ഞങ്ങൾ ജന്തുഹിംസയ്ക്കും സോമപാനത്തിനുമുള്ള ഉപാധികളെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ജന്തുഹിംസയും സോമപാനവും കൊണ്ട് ദേവന്മാർ സന്തോഷിക്കുമെന്നും അതുകൊണ്ട് അവരുടെ സർവാഭീഷ്ടങ്ങളും നിറവേറുമെന്നും കൂടി ബോധിക്കാനിടയാവുന്നു. ഇതിൽ പരം പ്രമാദം മറ്റെന്താണുള്ളത്? താനാകുന്ന ജീവന്റെ
ജീവത്വമാണ് ബലി കഴിക്കപ്പെടേണ്ട ജന്തുവെന്നും ആത്മനിർവൃതിയാണ് സോമപാനവും ലഹരിയുമെന്നും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ യജ്ഞങ്ങളെക്കൊണ്ട് ദുരിതമല്ലാതെ മറ്റെന്താണ് കിട്ടാൻ പോകുന്നത്? ഇതാണ് സനകാദി ഋഷികൾ കർമ്മയോഗത്തെ ഉപദേശിക്കാതിരിക്കാൻ കാരണം. എന്നാൽ ഇപ്പോഴും അത് ഉപദേശിക്കാൻ പറ്റിയ സന്ദർഭമായെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും കർമ്മയോഗത്തിൻ്റെ തന്നെ ഒരാവന്തര വിഭാഗമായ ക്രിയാമാർഗത്തെ ഉപദേശിക്കാം. അത്യന്ത ഭക്തി ശ്രദ്ധകളോടെ ഭഗവത് പാദപൂജയും ജപകീർത്തനങ്ങളും ചെയ്ത് ശുദ്ധി വരുമ്പോൾ ക്രമേണ നിഗൂഢങ്ങളായ വേദാർത്ഥങ്ങളെ ഗ്രഹിക്കാനും കർമ്മയോഗത്തെ ആചരിക്കാനും സാധിക്കും. അറിവോടും ഈശ്വരാർപ്പണ ബുദ്ധിയോടും കൂടി വൈദിക കർമ്മയോഗത്തെ തെറ്റുകൂടാതെ ആചരിക്കുമ്പോൾ അന്ധക്കരണ ശുദ്ധി വന്ന് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന് ക്രമേണ ആത്മസാക്ഷാത്കാരത്തിനും അതുവഴി ജന്മസാഫല്യമായ കൈവല്യത്തിനും അർഹത വരും. അതിനാൽ ക്രിയാമാർഗത്തെ അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ് ഭഗവത് പൂജാവിധിയെ ഉപദേശിക്കുകയാണ് ആവിർഹോത്ര യോഗീശ്വരൻ ചെയ്തത്. അതിനെ കേട്ട് സന്തുഷ്ടനായ രാജാവ് ഭഗവാന്റെ പ്രസിദ്ധങ്ങളായ അവതാരങ്ങൾ എത്രയാണെന്നും അവ ഏതെല്ലാമാണെന്നും ഏതേത് കാലദേശങ്ങളിൽ എന്തുദ്ദേശത്തിൽ ചെയ്യപ്പെട്ടവയാണെന്നുമാണ് പിന്നീട് ചോദിച്ചത്. ദ്രുമിളൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയാൻ തുടങ്ങി. ഭൂമിയിലെ മൺതരികൾ സംഖ്യാതീതങ്ങളാണ്, ആർക്കും എണ്ണി കണക്കാക്കുന്നവയുമല്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളും അങ്ങനെ തന്നെ, ആർക്കും എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. എന്നാൽ ഭൂമിയിലെ മൺതരികളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഒരുപക്ഷെ എണ്ണി കണക്കാക്കാൻ കഴിഞ്ഞാൽ കൂടി ഭഗവാന്റെ അവതാരങ്ങൾ ആർക്കും കണക്കാക്കാവുന്നവയല്ല. അതിനാൽ ഞാനവയെ മുഴുവൻ പറയാൻ ശ്രമിക്കുന്നേയില്ല. സുപ്രസിദ്ധങ്ങളായ ഏതാനും ചിലവ പറയാമെന്ന് പറഞ്ഞ് അവിടുത്തെ പ്രസിദ്ധങ്ങളായ കുറേ അവതാരങ്ങളെ പ്രകീർത്തിച്ച് പറഞ്ഞുകൊടുത്തു. അതിനെ കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ഏറ്റവും രസകരമായ 8ാമത്തെ ചോദ്യം ചോദിച്ചു നിമി ചക്രവർത്തി. സർവ്വജീവരാശികൾക്കും പരമാശ്രയവും പരമപുരുഷനുമായ ഭഗവാൻ ശ്രീനാരായണനെ പരമാർത്ഥമായി വിശ്വസിക്കുകയോ സേവിക്കുകയോ ചെയ്യാതെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്താതെ വൈദിക കർമ്മങ്ങളുടെ പേരും പറഞ്ഞ് ഗൃഹ കുടുംബാദികളിലും കാമിനി കാഞ്ചനകളിലും ഒട്ടിപ്പറ്റിക്കൂടി രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളും വളർത്തി കഴിഞ്ഞുകൂടുന്ന ഗൃഹസ്ഥന്മാരുടെ ഗതി എന്താണ്? അവർക്കെന്ത് ശ്രേയസ്സാണ് ഉണ്ടാവുക എന്നതാണ് ചോദ്യം. ചമസൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറഞ്ഞു. ഈശ്വരനിൽ വിശ്വാസമോ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളോ ഇല്ലെങ്കിൽ പിന്നെ സംസാരധർമ്മം മാത്രമേ ഒരാളിൽ ഉണ്ടാവാൻ വയ്യൂ. പേരെന്ത് പറഞ്ഞാലും ആകൃതി എന്തായാലും ഈശ്വരനോട് ചേരാതിരിക്കും കാലത്തോളം ആ വസ്തു സംസാരത്തിൻ്റെ ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ. വൈദിക കർമ്മമെന്നോ ഗൃഹസ്ഥ ധർമ്മമെന്നോ ഒക്കെ പറഞ്ഞാലും ഈശ്വരത്വമില്ലാതിരിക്കും കാലത്തോളം അതൊക്കെ സംസാരധർമ്മമേ ആവുന്നുള്ളൂ. സംസാരത്തെ വിടാൻ മടിയുള്ള രാഗികളായ പ്രാകൃതന്മാരാണ് അങ്ങനെ ജീവിക്കുന്നത്. അവർ അവരുടെ ജീവിതവും പ്രവൃത്തിയും ശരിയാണെന്നും അതേ ശരിയുള്ളൂവെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേദവിധികളെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കും. അവസാനമില്ലാത്ത കൂടധർമ്മങ്ങളുടെയും ദുരിതങ്ങളുടെയും വിളനിലമായ ഗൃഹം ഗാർഹസ്ഥ്യം മറ്റെല്ലാ ആശ്രമത്തെക്കാളും ശ്രേഷ്ഠമാണെന്നും ഗൃഹസ്ഥനെ മുക്തിയുള്ളൂ എന്നുമൊക്കെ അവർ പറയും. തൻ്റെ ഇഷ്ടത്തിനും പ്രവൃത്തിക്കും അനുസരിച്ച് വേദത്തിനർത്ഥം കൽപ്പിക്കും. ഗാർഹസ്ഥ്യം വേദവിധിയാണ്, അതിനെ നിഷേധിക്കുന്നത് പാപമാണ്. ധനം സമ്പാദിക്കാൻ വേദം വിധിച്ചിട്ടുണ്ട്. അർത്ഥം പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ്, അതിനാൽ അതിനെ ഉപേക്ഷിക്കരുത്. കഷ്ടപ്പെട്ടും പണം സമ്പാദിക്കണം എന്നൊക്കെ അവർ പറയും. അതിൻ്റെയൊക്കെ അർത്ഥം അവർക്ക് കാമിനി കാഞ്ചനകളെ വിടാൻ വയ്യെന്ന് മാത്രമാണ്. ലോകത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ സ്ത്രീസംഗം, മദ്യപാനം, മാംസഭക്ഷണം ഇവ മൂന്നും അരുതെന്ന് പറഞ്ഞാലും അകലാൻ പോകുന്നില്ല. അരുതെന്ന് കർക്കശമായി നിർബന്ധിച്ചാൽ അറിയാതെ ചെയ്യാൻ തുടങ്ങുമെന്ന് മാത്രം. അവ മൂന്നുമാണ് ഒരു ജീവനെ ഏറ്റവും അധികം അധപ്പതിപ്പിക്കുന്നത്. അതിനാൽ അവ അവശ്യം തടയേണ്ടിയിരിക്കുന്നു. ഈ നിലയ്ക്ക് പ്രസ്തുത 3 ധർമ്മങ്ങൾക്കും വേദം ഒരടക്കം വെച്ചതാണ് വിവാഹം, യജ്ഞം, സുരാഗ്രഹം എന്നീ 3 ധർമ്മങ്ങളിൽ കൂടെ. അപ്പോൾ വിവാഹാദികൾ വിധിയല്ല, അപവാദമാണ്.
അതായത് ഒഴികഴിവാണെന്ന അർത്ഥം. ഒരാൾക്ക് ദ്വന്ദ്വധർമ്മം കൂടിയേ കഴിയൂ എന്നുണ്ടെങ്കിൽ വിവാഹത്തിൽ കൂടെ ചെയ്യട്ടെ. മാംസം ഭക്ഷിക്കാതെ വയ്യെന്നായാൽ യാഗം ചെയ്യട്ടെ. അങ്ങനെ തന്നെ മദ്യപാനം കൂടാതെ കഴിയില്ല എന്നായാൽ സുരാഗ്രഹവും നടത്തട്ടെ എന്ന വേദത്തിൻ്റെ അഭിപ്രായത്തെ വിധിയായി വ്യാഖ്യാനിക്കുന്നു. അവയെ ആചരിച്ചില്ലെങ്കിൽ പാപമുണ്ടെന്ന് പോലും പറയുന്നു പ്രാകൃതന്മാർ. ഇതിൽ പരം അബദ്ധം മറ്റെന്താണ് ഉള്ളത്? അങ്ങനെ തന്നെ ധർമാചരണത്തിനു വേണ്ടി ചിലപ്പോൾ ധനത്തിൻ്റെയും ആവശ്യമുണ്ടായേക്കാം. പക്ഷെ ധർമ്മം നിറവേറ്റാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളമേ ആവശ്യമുള്ളൂ താനും. ധാർമ്മിക ജീവിതം കൊണ്ടേ ചിത്തശുദ്ധിയും ജ്ഞാനപ്രാപ്തിയുമൊക്കെ ഉണ്ടാവും. അതിനാൽ ധനം ആവശ്യം തന്നെ. പക്ഷേ ധനസമ്പാദനം ഒരാളുടെ ലക്ഷ്യമല്ല. ലക്ഷ്യം ജ്ഞാനപ്രാപ്തിയാണ്. അതിനെത്രത്തോളം ധനത്തിൻ്റെ അപേക്ഷയുണ്ടോ അത്രത്തോളമേ ആവശ്യമുള്ളൂ താനും. ഇതാണ് വേദത്തിൻ്റെ അഭിപ്രായം. ഇതിനെ മറിച്ച് ധനം പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണെന്നും അതിനെ വേദം വിധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആയുഷ്കാലം മുഴുവൻ ധനസമ്പാദനത്തിന് വേണ്ടി തന്നെ ഒരാൾ ചിലവഴിക്കുന്നുവെന്നാൽ അതിൽ പരം കഷ്ടം മറ്റെന്താണുള്ളത്? ഇങ്ങനെ പരമാർത്ഥത്തെ അറിയാതെയും അറിയാൻ ശ്രമിക്കാതെയും വൈദിക ധർമ്മമെന്ന പേരും പറഞ്ഞ് വെറും പ്രാകൃതന്മാരായ ഗൃഹകുടുംബാദികളിലും ധനധാന്യാദികളിലും അത്യാസക്തന്മാരായി രാഗദ്വേഷങ്ങളെയും മതമത്സരങ്ങളെയും വളർത്തി ജീവിക്കുന്ന മൂഢന്മാർ ആയുസ്സിനെ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. അവർക്കെപ്പോഴും ദുഃഖം തന്നെ ഫലം എന്നിങ്ങനെ ചമസയോഗി പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ രാജാവ് വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിച്ചു. കാലത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഈശ്വരോപാസനയ്ക്കോ ആധ്യാത്മിക ധർമ്മത്തിനോ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വരൂപം എന്താണ്? കരഭാജൻ എന്ന മഹാത്മാവാണ് അതിന് ഉത്തരം പറഞ്ഞത്. കാലത്തെ കൃതം, ത്രേത, ദ്വാപരം, കലി എന്നിങ്ങനെ 4ആയി വേർതിരിച്ചിട്ടുണ്ട്. അതിൽ കൃതയുഗം ജ്ഞാനത്തിനും, ത്രേതായുഗം തപസ്സിനും, ദ്വാപരയുഗം യജ്ഞങ്ങൾക്കും, കലിയുഗം കീർത്തനത്തിനും പ്രാധാന്യമുള്ള കാലമാണ്. കൃതയുഗത്തിലെ ജനങ്ങളൊക്കെ ജന്മനാ തന്നെ ജ്ഞാനികളായിരിക്കും. ബ്രഹ്മനിഷ്ഠ മാത്രമായിരിക്കും അവരുടെ വൃത്തി. ശരീരധർമ്മങ്ങളും ശാരീരിക അധ്വാനവും വളരെ ചുരുങ്ങിയിരിക്കും. എപ്പോഴെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും വല്ലതും അല്പം ആഹാരം കഴിക്കണം. വേറെ യാതൊരു വിഷയങ്ങൾക്കും അവർക്ക് തൃഷ്ണ ഉണ്ടായിരിക്കുകയുമില്ല. ആഹാര പദാർത്ഥമാകട്ടെ അധ്വാനിക്കാതെ തന്നെ കിട്ടുകയും ചെയ്യും. കൃഷി ചെയ്യാതെ തന്നെ ധാന്യങ്ങൾ മുളച്ച് വളർന്ന് സുഭിക്ഷമായി വിളഞ്ഞു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ തന്നെത്താൻ മുളച്ച് വളർന്ന ധാന്യങ്ങൾക്ക് എൻ്റെ എന്ന് പറയാൻ ആരും അവകാശം ഉണ്ടായിരിക്കുകയില്ല. ആർക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷി മൃഗാദികൾ പോലും അക്കാലത്ത് ആഹാരത്തിൽ സംതൃപ്തി ഉള്ളവരായിരിക്കും. ആരും ഏതൊരു സാധനത്തെയും എൻ്റേതെന്ന് അവകാശപ്പെടുകയോ അഭിമാനിക്കുകയോ ചെയ്യില്ല. ഒരു സാധനവും നാളേക്കെന്ന് പറഞ്ഞ് സൂക്ഷിക്കുകയുമില്ല. അവരവർക്ക് അപ്പോഴപ്പോൾ ആവശ്യമുള്ളതിനെ മാത്രമേ ആരും എടുക്കുകയുള്ളൂ. എല്ലാവരും മിക്കവാറും ജ്ഞാനികളും ബ്രഹ്മനിഷ്ഠന്മാരുമായിരിക്കുകയും ചെയ്യും. ശരീരാഭിമാനം ആർക്കും ഉണ്ടായിരിക്കില്ല. ശരീരാഭിമാനമുള്ളവരെ ഏറ്റവും നീചന്മാരായി മാത്രമേ കണക്കാക്കുകയുമുള്ളൂ. ഇങ്ങനെയുള്ള കാലത്തെയാണ് കൃതയുഗം എന്ന് പറയുന്നത്.